അങ്ങനെ ഈ മേത്തിരിന്റെ ഡ്രോപ്സ് കാണുമ്പോൾ തന്നെ ഇവരുള്ള ജീവനും പോയിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം സാറ് കാണും, പിന്നെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഇവര് ഫുള്ള് ക്ലീൻ ആക്കി ക്യാബിന് പഴയ പോലെ ആക്കിയിട്ടൊക്കെ ഒരു അന്ന് പോയിട്ടുണ്ടാവുക. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന തൊട്ട് തന്നെ എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ എല്ലാം വിയേർഡ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ഈ ലൈറ്റ് തനിയെ ഓൺ ആവുന്നത്, തനിയെ ഓഫ് ആവുന്നത്, ഫാൻ ഓൺ ആവുന്നത്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവുക. പക്ഷെ ഓള് വിചാരിക്കും ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് കയറിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നായിരിക്കും, ഇതെല്ലാം ഇങ്ങനെ തോന്നുന്നായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കും. അങ്ങനെ പിറ്റേ ദിവസം സാറ് വരും. സാറ് വരുന്ന ദിവസം ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, ഇതൊരു ക്രിസ്ത്യൻസ് നടത്തുന്ന ഓഫീസാണ്. അതായത് ഈ അവരുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, യേശുവിന്റെ ഫോട്ടോസും അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതിന്റെ താഴെ വിളക്ക് പോലത്തെ എന്തോ കത്തിച്ചിട്ട് ഇവർ എന്നും ഡെയിലി പ്രാർത്ഥിക്കണം എന്നുണ്ട്. സാറ് വരുന്ന ദിവസം ഇവർ കറക്റ്റ് പ്രാർത്ഥിക്കും, സാറ് വരാത്ത ദിവസം ഇവർ ഒന്നും ചെയ്യൂല. ലൈക്ക് ഇവർക്ക് എല്ലാവർക്കും മടിയാണ്, അതുകൊണ്ട് ഇവർ ചെയ്യൂല. അങ്ങനെ പിറ്റേ ദിവസം സാറ് വരും. ഇവരെല്ലാരും നല്ല കുട്ടികളായതുകൊണ്ട് രാവിലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലേ. അപ്പൊ ഇവർ വിചാരിക്കും ഒക്കെ പോയി, അങ്ങനെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം സാറ് വരൂല. അതുകൊണ്ട് തന്നെ ഇവർ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ചെയ്യൂല. അന്നൊരു ഈവനിങ് ആകുമ്പോൾ ഓഫീസ് ക്ലീൻ ആക്കുന്ന ചേച്ചി ഉണ്ടാവില്ല. ചേച്ചി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ പിന്നെ ഓജാ ബോർഡ് കഴിച്ചോ, ആകെ മേത്തിരിന്റെ ഡ്രോപ്സ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഇവര് ചെന്ന് നോക്കുമ്പോ ക്യാബിന്റെ പുറത്തായിട്ട് ഒരു ഹാള് പോലത്തെ ഏരിയയാണ് ക്യാബിന്റെ നേരെ പുറത്തുള്ളത്. അവിടെ ഉണ്ടാവും ഫുള്ള് ഒരു ലൈന് പോലെ ഇങ്ങനെ മേത്തിരിന്റെ ഡ്രോപ്സ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് കണ്ടത് ഇവർക്ക് ആകെ പേടിയാവും. കാരണം മേത്തിരി അതിന്റെ ഉള്ളിൽ നിന്ന് ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല, അങ്ങനെ കത്തിച്ച് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഡ്രോപ്സ് വരാന്. അങ്ങനെ ഇവർ ആകെ പേടിക്കും. ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് ചോദിക്കും. പക്ഷെ ആരും ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം സാറ് വന്നാലും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓജാ ബോർഡ് കളിച്ചു എന്ന് അറിഞ്ഞാൽ ആകെ സീനാവുമല്ലോ. അതുകൊണ്ട് ഇത് ആരും ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഈ ഹാള് മൊത്തം ക്ലീൻ ആക്കി മേത്തിരിന്റെ സംഭവങ്ങളെല്ലാം കളഞ്ഞ് പോകാൻ നേരത്തെ, അതായത് ഒരു 4 മണി കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഇരിക്കുന്നതാണ്. ആ ടൈമില് ഓഫീസിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവര് ഇരിക്കുന്ന ഇടത്ത് മാത്രമേ ശരിക്കും ലൈറ്റ് ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് ആളത്തെ ലൈറ്റ് അങ്ങ് ഓൺ ആകും. ഇത് കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തീനല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. എന്നാലും ഭയങ്കര സംഭവം ആയിട്ട് തോന്നുന്നുണ്ടാവില്ലേ. അങ്ങനെ ഒരാൾ പോയിനാണ്ട് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ആക്കി ഇവള് തിരിഞ്ഞങ്ങ് നടന്നത് പിന്നെ ലൈറ്റ് ഓൺ ആവും. അത് കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പേടിയാവും. പിന്നെ അങ്ങോട്ട് ലൈറ്റ് ഓഫ് ആകുന്നു, ഓൺ ആകുന്നു, ഓഫ് ആവുന്നു, ഓൺ ആവുന്നു, അങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നതായിരിക്കും.